കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന വേദഭാഗത്തിൽ നിന്നും ചിന്തിപ്പാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചു. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതായ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഇത് നമുക്ക് പുതിയ നിയമത്തിൽ കർത്താവ് യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്ത അവൻ്റെ സാന്നിധ്യമാണെങ്കിൽ, പഴയ നിയമങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഈ സാന്നിധ്യം എപ്പോഴും അന്നുള്ള ആളുകൾക്ക് അനുഭവിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവർ ഓരോരുത്തരും അവരുടേതായ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുന്ന സമയങ്ങളിൽ ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെടുകയോ ദൂതന്മാരെ ദൈവം അയക്കുകയോ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ കാര്യങ്ങൾ അനുസരിക്കുക വഴി ഒരു നീതി നിവർത്തിച്ചു എന്നുള്ള സംതൃപ്തിയിലായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, പഴയ നിയമ കാലങ്ങളിലേക്കാളും പുതിയ നിയമ കാലം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമേറിയ ഒരു കാര്യമാണ്. ഞാൻ നേരത്തെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, പഴയ നിയമകാലമാണ് ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു കാലം. കാരണം എന്തോ ഒരു അത്ഭുതങ്ങളാണ്. മരുഭൂമിയിലൂടെ ദൈവം തൻ്റെ ജനത നടത്തുകയും അത്ഭുതങ്ങൾ കാണുകയും മന്ന ആകാശത്തുനിന്ന് പൊഴിക്കുകയും ചെങ്കടൽ രണ്ടായി വിഭജിക്കുകയും അങ്ങനെ എത്രയെത്ര അത്ഭുതങ്ങൾ. അതുപോലെ പാറ പിളർന്ന് തൻ്റെ ജനത്തിന് ദൈവം വെള്ളം കൊടുത്തു. അങ്ങനെ അത്ഭുതങ്ങളുടെ വലിയൊരു ശ്രേണി നമുക്ക് പഴയ നിയമങ്ങളിൽ കാണുവാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഈ അത്ഭുതങ്ങളെക്കാളും അടയാളങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അത് ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുക എന്ന് പറയുന്നത് അതിനോളം ഒരു സന്തോഷവും സമാധാനവും വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഈ പുതിയ നിയമകാലം എന്ന് പറയുന്നത് എപ്പോഴും വളരെ ശ്രേഷ്ഠതയുള്ള ഒരു കാലമാണ്. ദൈവം അനുവദിച്ചാൽ ഇന്നു മുതൽ ചില ദിവസങ്ങളിലേക്ക് നമ്മൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നും ചില ആത്മീയ ചിന്തകൾ നമ്മൾ ചിന്തിക്കുന്നതാണ്. അതിനെ നമുക്ക് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന് 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ചു കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. മോശയുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാം. മോശയുടെ ജനനം, ആ ജനനത്തെങ്കിൽ മോശയെ കൊന്നുകളവാൻ പിശാച് ആലോചന കഴിച്ചത്. എന്നാൽ ദൈവം അവനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംരക്ഷിച്ച് അവനെ പുറത്തു കൊണ്ടുവരുന്നതിനെക്കുറിച്ച്, മോശ മിസ്രൈമിയ പാലസിൽ വളർന്നു വന്നതിനെക്കുറിച്ച്, അവിടുത്തെ വിദ്യാഭ്യാസം മോശ അഭ്യസിച്ചതിനെക്കുറിച്ച്, അതുപോലെ മിസ്രൈമിൽ നിന്നും വിട്ട് മിദ്യാനിലേക്ക് ഓടി വരാനുള്ള സാഹചര്യം, ഇതെല്ലാം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അവിടെ എല്ലാം നമുക്ക് കാര്യമായിട്ടുള്ള ദൈവവചനത്തിൻ്റെ ദൂതുണ്ട്. എന്നാൽ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. അങ്ങനെ മിദ്യാനിലേക്ക് വന്നതായ മോശ മിദ്യാനിലെ പുരോഹിതനായിരുന്ന യിത്രോവിൻ്റെ വീട്ടിൽ അവൻ താമസിച്ചു. എന്നു മാത്രമല്ല, യിത്രോവിൻ്റെ ആടുകളെ മേയ്ക്കാനുള്ള ജോലി അവന് ലഭിച്ചു. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഭൂതകാലം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠതയുടെ ഒരു കാലമായിരുന്നു മോശയ്ക്ക്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം പരിതാപകരമായ അവസ്ഥ. നേടിയ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലിയല്ല അവന് ലഭിച്ചിരിക്കുന്നത്. വളർന്ന സാഹചര്യമല്ല ഇപ്പോൾ തനിക്കുള്ളത്. എല്ലാം കൊണ്ടും ഭാവി വളരെയധികം ഇരുളടഞ്ഞതായ അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ നമുക്ക് സംഭവിക്കാം. കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ശോഭനമായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരവും. പക്ഷേ ഇവിടെ എല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് ഈ മോശയുടെ മേൽ ഒരു ഉദ്ദേശമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നിടത്തോളം കാലം, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എത്ര പരിതാപകരമാണെങ്കിൽ പോലും അവിടെ എല്ലാം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നിങ്ങൾ ദൈവസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ധൈര്യവും ഉറപ്പും പ്രാപിക്കാൻ സാധിക്കും. കാരണം ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെന്നുള്ള ആ ചിന്ത. നമുക്കറിയാം, ആടുകളെ മേയ്ക്കുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള കാര്യമല്ല. അനുസരണ കിട്ടതായ ഈ മൃഗത്തെ പരിപാലിക്കുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതും 1-2 ആടൊന്നും അല്ലല്ലോ, 100 കണക്കിന് ആടുകളെ മേയ്ക്കുന്നതായ ഉത്തരവാദിത്വം മോശയ്ക്കുണ്ടായിരുന്നു. മോശ മിസ്രൈമിൽ നിന്ന് വിട്ടുപോകാനുള്ള സാഹചര്യം അവൻ്റെ സൗമ്യതയില്ലായ്മയാണ്. പക്ഷേ ഈ യിത്രോവിൻ്റെ ആടുകളെ 40 വർഷം മേയ്ക്കുക വഴി ഇല്ലാത്തതായ ഒരു സ്വഭാവം
മോശയ്ക്ക് ഉണ്ടാകുവാൻ തക്കനിടയായി തീർന്നു സൗമ്യത. പിന്നീട് ദൈവം മോശയെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്, എൻ്റെ ദാസനായ മോശയെപ്പോലെ സൗമ്യനായ വ്യക്തിയെ ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ സൗമ്യത ദൈവം പഠിപ്പിച്ചതാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സാഹചര്യങ്ങൾ, വിപരീതമായ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നും ദോഷത്തിനു വേണ്ടിയല്ല, എല്ലാം ദൈവം നമുക്കായി നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. അതുകൊണ്ടാണല്ലോ നമുക്ക് ദൈവജനത്തിൽ കാണാൻ കഴിയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളും നോക്കിക്കൊണ്ട് പറഞ്ഞാട്ടെ, ഇത് എനിക്ക് ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ പരിതാപകരമായ അവസ്ഥ, ഒരുപക്ഷെ നിങ്ങളെ വളരെ വിഷമിപ്പിക്കുന്നതായ സാഹചര്യം, കൊടുത്തു തീർക്കാനുള്ള പണം, കടബാധ്യതകൾ, ഞെരുക്കങ്ങൾ, രോഗങ്ങളുടെ അവസ്ഥ, ഭവനത്തിൽ സമാധാനമില്ലാത്തതായ അവസ്ഥ, ഈ അവസ്ഥയുടെ മുമ്പിൽ നിങ്ങൾ ഓരോരുത്തരും ദൈവം നിങ്ങളെ അറിയുന്നുവെന്നും നിങ്ങൾ ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം, ദൈവവചനത്തിൻ്റെ ആ പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കാണ് ഭവനത്തിൽ ദൈവത്തിന് വേണ്ടി നിവരെ നിൽക്കുന്നതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. അത് നിങ്ങളുടെ ഈ ആയുസ്സിൽ തന്നെ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങി വരുന്നത് നിങ്ങൾ കാണുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് കാണുന്നതായി പ്രതികൂലങ്ങളെ കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട, മറിച്ച് നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിക്കുകയാണെങ്കിൽ, അതേ മോശയെപ്പോലെ ദൈവത്തിൻ്റെ ആ ദർശനം നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ താളടിയാകുവാൻ ദൈവം സമ്മതിക്കില്ല. ദൈവം അനുവദിച്ചാൽ ഈ ഒരു ഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. പക്ഷെ അതിനു മുമ്പായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളെ നിങ്ങൾ ഭയപ്പെടണ്ട, മറിച്ച് അതിന് നടുവിൽ ആ പ്രതികൂലങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കുന്ന ഒരു ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം. മോശയുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ എന്ന് പറയുന്നത് വളരെ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും ഒരു നാളുകളായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് തീർത്തും പരിതാപകരമായ കാര്യം. പക്ഷേ അതിന് നടുവിൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ ഗ്രഹിക്കുവാൻ കഴിയതായ മോശ അവർ മനസ്സിലാക്കുന്നു, ഭാവി ഇരുളടഞ്ഞതാണെങ്കിലും ശോഭനമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്നലെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അവർ ഒരുപക്ഷെ ഇപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇന്ന് അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷയും പ്രത്യാശയും നീ അവർക്ക് കൊടുക്കുകയും ദൈവത്തെ മുറുകെ പിടിക്കുവാൻ, ദൈവത്തോട് ഇണങ്ങി നിൽക്കുവാൻ തക്കവണ്ണം ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. അതേ, നിങ്ങളുടെ ജീവിതത്തെ ദൈവം രൂപാന്തരപ്പെടുത്തും. മനുഷ്യർക്കാർക്കും നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തില്ല, ദൈവത്തിന് രൂപാന്തരപ്പെടുത്താൻ കഴിയും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സ്ക്രീനിൽ കണ്ട ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.